നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിൽ ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലോർത്തുകൊണ്ട് 3 പ്രാവശ്യം ഐ ലവ് യു എന്ന് പറയുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. തീർച്ചയായും ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് വെറുതെ പറയുകയല്ല, വിശ്വസിച്ച് കാണുന്ന പ്രേക്ഷകർക്ക് അതിൻ്റേതായ ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ വായന കണ്ടുകൊണ്ട് മാത്രം, അതായത് ഞാൻ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വായനകൾ മാത്രം ആവർത്തിച്ച് കണ്ടുകൊണ്ട് വളരെയധികം പിണങ്ങി അകലത്തിൽ പോയിക്കൊണ്ടിരുന്ന ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ, കാമുകന്മാരായിക്കോട്ടെ ഒന്നിച്ചിട്ടുണ്ട്. അവരുടെ പലതരത്തിലുള്ള സന്തോഷം നിറഞ്ഞ മെസ്സേജുകൾ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈവസി മാനിച്ചാണ് ഞാനത് യൂട്യൂബിൽ ഷെയർ ചെയ്യാത്തത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇത്തരം വീഡിയോസ് കാണുക. ഞാനിത് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരു മാക്സിമം എല്ലാ ദിവസവും ഇടാൻ ശ്രമിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഒന്നരാടമെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായി നിങ്ങൾ അകലത്തിൽ കഴിയുകയാണ്, നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ് സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന, വളരെയധികം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വായനകൾ നിരന്തരമായി കാണാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ പുതിയത് ഞാൻ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പഴയ വീഡിയോസ് തന്നെ തുടർച്ചയായി കണ്ടുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം 3-4 തവണകൾ കാണാനായിട്ട് ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു തവണ കാണുക, രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു തവണ കാണുക. അങ്ങനെ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്തുകൊണ്ട് 3 പ്രാവശ്യം ഐ ലവ് യു എന്ന് മന്ത്രിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മനഃശുദ്ധിയും മാനിഫെസ്റ്റേഷൻ്റെ അത്രയും പവറും നിങ്ങളുടെ പ്രപഞ്ചശക്തിയോടുള്ള വിശ്വാസം, അതിനെയൊക്കെ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ടുകൾ. അനേകർക്ക് റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായനയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് എനിക്ക് വാട്സപ്പ് നമ്പറോ വാട്സപ്പ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ അയക്കാവുന്നതാണ്. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. നമുക്കപ്പോൾ വായനയിലേക്ക് പോകാം. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ വ്യക്തിയുടെ എനർജി പ്രകാരം നമുക്ക് പ്രപഞ്ചശക്തി തരുന്ന സന്ദേശങ്ങൾ എന്തെന്ന് വെച്ചാൽ, കാലചക്രം ഈ വ്യക്തിയുമായുള്ള പ്രണയബന്ധത്തിൽ അനുകൂലമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഭാര്യ ഭർത്തൃബന്ധമായിക്കോട്ടെ, കാമുകന്മാരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള വാക്ക് തർക്കങ്ങൾ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടിയുടെ കടന്നുവരവ്, അവരുടെ സാന്നിധ്യം കാരണം നിങ്ങൾ തമ്മിലുള്ള വിശ്വാസക്കുറവ്, അകൽച്ച, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു കുടുംബജീവിതം തന്നെയായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ പോലും ജീവിതകാലം മുഴുവനും നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം പ്രേക്ഷകരായ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ വ്യക്തിയുമായി അകൽച്ചയിലാണ്, അല്ലെങ്കിൽ ഇഷ്ടത്തിലാണെങ്കിൽ പോലും മര്യാദക്കുള്ള ആ ഒരു സംഭാഷണം, കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നില്ല. പലതരത്തിലുള്ള അകൽച്ചകൾ ഇവിടെ അനാവശ്യമായി വരുന്നുണ്ട്.
കാലചക്രത്തിൻ്റെ വ്യതിയാനം കാരണവും അതുപോലെ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ വ്യക്തി പല കാര്യങ്ങളും എടുത്തു ചാടി പ്രവർത്തിച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശത്രുവായിട്ടാണ് ഇവിടെ തേർഡ് പാർട്ടിയെ കാണിക്കുന്നത്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ മുൻ കാമുകനോ കാമുകയോ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തി അനാവശ്യമായി നിങ്ങളുമായി വഴക്കുണ്ടായപ്പോൾ അതിലേക്ക് ഈ വ്യക്തി തന്നെ ആസൂത്രണം ചെയ്ത് ഒരു തേർഡ് പാർട്ടിയെ വലിച്ചു കയറ്റിയതായിരിക്കാം. എന്നിരുന്നാൽ പോലും ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെയും ഉപദേശം കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഈ വ്യക്തി തേർഡ് പാർട്ടിക്കായിരുന്നു കൂടുതലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ മൂന്നാമത് ഒരു വ്യക്തിയായിട്ടല്ലെങ്കിൽ കൂടി ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ട ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കാം, പെങ്ങളായിരിക്കാം, അങ്ങനെ മറ്റാരെങ്കിലും ആയിരിക്കാം. തേർഡ് പാർട്ടി ആരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രാധാന്യം തരാതെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് വില കൽപ്പിക്കാതെ ഈ വ്യക്തി എന്തൊക്കെയോ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നു. അത് ഈ വ്യക്തിയുടെ പൊട്ടബുദ്ധിക്ക് തോന്നിയ അല്ലെങ്കിൽ ഒരു കഷ്ടകാലത്തിന് തോന്നിയ ഒരു പ്രവണതയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു പ്രവണത എന്ന് പറയുന്നത് ഈ വ്യക്തി ജീവിതകാലം മുഴുവനും ഒരു പശ്ചാത്തപിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നു. അതായത് ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്തിരുന്ന ആൾക്കാരെ ഈ വ്യക്തി ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് പുറംതള്ളുന്നു. മാലിന്യങ്ങൾ പുറംതള്ളുക എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ചുറ്റിപ്പറ്റി നടന്ന ഒരു പറ്റം ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം ഇനി ഈ വ്യക്തിക്ക് ആവശ്യമില്ല. കാരണം കാലം പലതരത്തിലുള്ള പാഠങ്ങൾ ഈ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് രണ്ട് വാളുകൾ വെച്ചിട്ട് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ കടന്നു വരണ്ട എന്നുള്ള ചിന്താഗതിയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു സന്തോഷ വാർത്തയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിക്ക് ദ്രോഹം ചെയ്തിട്ടില്ല. നിങ്ങൾ സാമ്പത്തികമായിട്ട് ഈ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ ദുഃഖങ്ങളിൽ നിങ്ങൾ പങ്കുചേർന്നിട്ടുണ്ട്. സന്തോഷത്തിൽ നിങ്ങൾ ആനന്ദിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ കൂടെ എന്ത് കാര്യത്തിനും നിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതൊരു നല്ല ബന്ധത്തിനായാലും ചെറിയ രീതിയിലുള്ള മോശക്കേടുകൾ ഉണ്ടാകും. അത് കുറച്ച് കാലഘട്ടത്തേക്ക് മാത്രം. പക്ഷെ നിങ്ങളുടെ മനസ്സ് അത്രത്തോളം ശുദ്ധമായതുകൊണ്ടും നിങ്ങൾ ചെയ്യുന്ന മന്ത്രങ്ങളിലോ തന്ത്രങ്ങളിലോ പ്രാർത്ഥനകളിലോ ഈ വ്യക്തിക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നു. പക്ഷേ ആ ഒരു സംസാരിക്കാത്ത വഴക്കിട്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ വ്യക്തി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു സൂചനയാണ് നമുക്ക് നടുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത്. 8 ഓഫ് വാണ്ട്സ് ആണ് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെ വളരെ ഒരു കന്യകയായ അല്ലെങ്കിൽ കന്യകൻ, അത് ഉദ്ദേശിക്കുന്നത് മനസ്സ് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിൽ അഴുക്കില്ലാത്ത വ്യക്തികളായിട്ടാണ് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഈ വ്യക്തിക്ക് ഓരോരോ സത്യങ്ങൾ പ്രകൃതി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ചിലത് അനുഭവങ്ങളിലൂടെയും, ചിലത് സ്വപ്നങ്ങളിലൂടെയും, ചിലത് തെളിവുകൾ, സാഹചര്യ തെളിവുകളോടുകൂടിയും. അത്തരത്തിലുള്ള സാഹചര്യം കാരണം നിങ്ങൾക്ക് വളരെയധികം മോശപ്പെട്ട സമയമായിരുന്നു ഇത്രയും കാലം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അബദ്ധത്തിലേക്കായിരുന്നു അവസാനിച്ചിരുന്നത്. തേർഡ് പാർട്ടിയായിട്ട് കൂടുതൽ അടുക്കാനും നിങ്ങളെ പുറത്തേക്ക് കളയാനുമാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്. ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ എങ്കിൽ പോലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു പൊട്ട ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഒട്ടും ചിന്തിക്കാതെ തന്നെ ഓരോ പ്രവൃത്തികളും ചെയ്തു വന്ന നിങ്ങളുടെ ഈ വ്യക്തി ഓരോ സത്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു.
നോക്കിയും കണ്ടും മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വ്യക്തിക്ക് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായിരുന്നു. തേർഡ് പാർട്ടിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ദോഷങ്ങൾ അതെല്ലാം ഈ വ്യക്തി അനാവശ്യമായി ഏറ്റുവാങ്ങിയതാണ്. വെറുതെ വഴിയിൽ പോകുന്ന ഒരു വയ്യാവേലി എടുത്ത് കഴുത്തിലിടുക, ആ ഒരു പ്രവൃത്തിയാണ് ഈ വ്യക്തി ചെയ്തത്. എന്നാൽ വളരെ മനോഹരമായിട്ട് വിടർന്നു നിൽക്കുന്ന ഒരു റോസാപ്പൂവായ നിങ്ങളെ ഈ വ്യക്തിക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് ഈ വ്യക്തിയുടെ മോശക്കാലഘട്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ മോശ സമയം. നിങ്ങൾ എത്രത്തോളം സുന്ദരമുള്ളതായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലേക്ക് പോയ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി മോശപ്പെട്ട ആളുകളിൽ നിന്നും ഈ വ്യക്തി അകലം പാലിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള സമാധാനത്തോടു കൂടി ഉറങ്ങാനുള്ള ആ ഒരവസ്ഥ, സമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് വളരെയധികം സമ്പന്നതയിലും അഹങ്കാരത്തിലുമൊക്കെ ജീവിച്ചു വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേറെ വ്യക്തി വന്ന് കയറിയോ, നിങ്ങൾ വേറെ രീതിയിലേക്ക് അല്ലെങ്കിൽ വേറെ വഴിയിലേക്ക് സഞ്ചരിക്കുകയാണോ, ഈ വ്യക്തിയോട് ഇനി താല്പര്യമില്ലേ, ഇത്തരത്തിലുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യം എന്നേക്കുമായി അവസാനിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. കാരണം വിജയത്തിൻ്റെയും ഈ ഒരു അവസ്ഥയുടെ അവസാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിന്റെ അവസാനം എന്ന് പറയുന്നത് വിജയത്തിന്റെ തുടക്കമാണ്, നല്ലൊരു കാലചക്രത്തിന്റെ തുടക്കം. അതുപോലെ നിങ്ങളെ ഒരു ക്യൂനായിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. ഇത് ഒരു സ്ത്രീയാണെങ്കിൽ, ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ നിങ്ങളെ ഒരു കിങ് ആയിട്ടാണ് കാണുന്നത്. 2 കാർഡ്സും നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷകരമായിട്ടുള്ള സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം അറിവ് ലഭിച്ചിട്ടില്ലായിരിക്കാം. ഈ വ്യക്തിയായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരറിവും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു വായന വളരെ പോസിറ്റീവോട് കൂടി നിങ്ങൾ ഏറ്റെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രതിഫലിക്കുന്നതായിരിക്കും. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായി നിരന്തരമായി ആളുകൾക്ക് ഈ ഒരു വായന നിരന്തരമായി കണ്ടിട്ട് റിസൾട്ടുകൾ വരുന്നുണ്ട്. പിണങ്ങിപ്പോയ ഭാര്യ ഭർത്താക്കന്മാരൊന്നിച്ചു, ഭർത്താവ് വർഷങ്ങളായിട്ട് പിണങ്ങിയിരിക്കുന്ന ഭർത്താവ് എന്നെ വിളിച്ചു, എൻ്റെ കാമുകി തിരിച്ചു വന്നു, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് തന്നെ ശരിക്കും ഓർമ്മ ലഭിക്കുന്നില്ല. അത്രത്തോളം റിസൾട്ടുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി കണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതിഫലിപ്പിക്കുക, റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുക. വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യുക, കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ മതി, വിളിക്കണ്ട. ഒരുപാട് വിളികൾ എനിക്ക് വരുന്നുണ്ട്. എല്ലാം കൂടെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അത് എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ മെസ്സേജിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വായനയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.